തിരക്കേറിയ ജീവിതത്തിനിടയിൽ നിന്ന് ഞാൻ സമാധാനം തേടുകയാണ്. അതെ, എ മൊമെന്റ് ടു നറിഷ് മൈ സോൾ. ആരോഗ്യത്തിനൊപ്പം സൗന്ദര്യവും. സമഗ്രമായ ആരോഗ്യത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പുതിയ തുടക്കത്തിനായി മട്ടാഞ്ചേരിയിൽ സ്ഥിതി ചെയ്യുന്ന ആയുർസ്പർശ് ആയുർവേദ ഹോസ്പിറ്റൽ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മട്ടാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യവിരുദ്ധരുടെ കയ്യേറ്റം, അധ്യാപകർ ആശങ്കയിൽ. വൈലോപ്പള്ളി സാംസ്കാരിക കേന്ദ്രത്തിന്റെ മട്ടാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ അഴിഞ്ഞാട്ടം. ഏതാനും ദിവസങ്ങളായി ഒഴിവ് ദിനങ്ങളിൽ ഈ സ്കൂളിൽ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം രൂക്ഷമാണ്. കഴിഞ്ഞ ആഴ്ചയും ഇതുപോലെ സ്കൂളിൽ അതിക്രമമുണ്ടായി. സ്കൂളിലെ പൂച്ചട്ടി ഉൾപ്പെടെയുള്ളവ ക്ലാസ് മുറികളുടെ മുന്നിൽ പൊട്ടിച്ചെറിയുന്ന സാഹചര്യമുണ്ടായി. നേരത്തെയും സാമൂഹ്യ വിരുദ്ധർ ഇവിടെ അഴിഞ്ഞാടുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു. അന്ന് പോലീസിനോട് ഇത് സംബന്ധിച്ച് പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടാകുമെന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ തിങ്കളാഴ്ച രാവിലെ അധ്യാപകർ എത്തുമ്പോൾ സ്കൂളിന്റെ ജനൽച്ചില്ലകൾ ഉൾപ്പെടെ തകർത്ത നിലയിലായിരുന്നു. സ്കൂളിനകത്തും ക്ലാസ് മുറികൾക്കകത്തും ചില്ലുകൾ പൊട്ടിച്ചെറിയ നിലയിലാണ്. പോലീസിൽ പരാതിപ്പെട്ടതിന്റെ വൈരാഗ്യം കൊണ്ടാണോ ഇത്തരത്തിൽ സ്കൂളിന് നേരെ അതിക്രമങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നതെന്നാണ് കരുതുന്നത്. ഒഴിവു ദിവസങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന ആവശ്യമാണ് ഉയർന്നിട്ടുള്ളത്. ഞാൻ മട്ടാഞ്ചേരി ഗവൺമെന്റ് LP സ്കൂളിലെ സീനിയർ അധ്യാപികയാണ്. ഇന്ന് തിങ്കളാഴ്ച ഇവിടെ രാവിലെ വന്ന് കയറിയപ്പോൾ കണ്ട കാഴ്ച, ഞങ്ങളുടെ പ്രീ പ്രൈമറി കെട്ടിടം, അതായത് താഴെ അടിച്ച് തകർക്കാൻ നോക്കി, പക്ഷെ അതെന്തോ അവർക്ക് തകർക്കാൻ പറ്റിയില്ല. അപ്പോൾ പ്രീ പ്രൈമറി ടീച്ചർ താഴെ തുറന്നു അകത്ത് കയറിയപ്പോൾ കണ്ട കാഴ്ച വളരെ ദുഃഖകരമായ ഒരു കാര്യമായിരുന്നു. ജനലിൻ്റെ ചില്ലൊക്കെ എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അതൊക്കെ ക്ലാസ് റൂമിൽ തെറിച്ച് വീണ് കിടക്കുമായിരുന്നു. പിന്നെ ഇതിന് എന്തോ ഒരു വൈരാഗ്യം തീർക്കുന്ന പോലെയാണ് ഇവിടെ. കുട്ടികളെന്ന് പറയുന്നത് ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല ആരാണെന്ന്. പക്ഷേ ഇവിടെ കളിക്കാനൊക്കെ ഒത്തിരി കുട്ടികൾ വരാറുണ്ട് സ്കൂളില്ലാത്ത ദിവസങ്ങളിൽ. ശനി ഞായർ ദിവസം, അവധി ദിവസം, 2-3 അവധി ദിവസം കഴിഞ്ഞ് വന്നാൽ ഇതുപോലെയുള്ള കലാപരിപാടികൾ ഇവിടെ പതിവാണ്. കഴിഞ്ഞ ശനി ഞായറും സ്കൂളിൽ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് ഞങ്ങൾ പോലീസിനെ അറിയിച്ചിരുന്നു. അതായത് ചെടിച്ചട്ടികളൊക്കെ വലിച്ചെറിഞ്ഞ് ക്ലാസ് റൂമിലെ വാതിക്കലേക്ക് എറിഞ്ഞ് കഴിഞ്ഞ തിങ്കളാഴ്ച അപ്പോൾ അതായിരുന്നു ഞങ്ങൾ കണ്ടത്. ഓരോ ക്ലാസ്സിൻ്റെയും വാതിക്കലിങ്ങനെ മണ്ണും ചെടിച്ചട്ടിയൊക്കെ പൊട്ടി ഇങ്ങനെ ചിതറിക്കിടക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ പോലീസിനെ അറിയിച്ചു. പോലീസ് വേണ്ട ചെയ്തോളം നടപടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായി. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്ന് വീണ്ടും ഇങ്ങനൊരു ഇത് കണ്ടത്. സ്കൂളിനോട് വൈരാഗ്യമുള്ള ആരൊക്കെ ഇത് ചെയ്യുന്നതായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. അല്ലാതെ ഈ ചില്ലൊക്കെ പൊട്ടിച്ചിട്ട് ഇവർക്ക് എന്ത് നേടാനാണെന്നുള്ളത് മനസ്സിലാകുന്നില്ല. സർക്കാർ സ്കൂളുകൾ മുന്നോക്കം കൊണ്ടുവരാനായിട്ട് അധ്യാപകരും അതുപോലെ മറ്റുള്ള സംഘടനകളുടെ ഒക്കെ സഹായത്തോടു കൂടി ഒരുപാട് ഭൗതിക സൗകര്യങ്ങൾ സ്കൂളിൽ ഒരുക്കുന്നുണ്ട്. പക്ഷേ ഇതുപോലെയുള്ള സാമൂഹ്യ വിരുദ്ധർ വന്ന് ഇതൊക്കെ നശിപ്പിച്ച് ഞങ്ങളുടെ കൂടി മനസ്സ് തളർത്തുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലവരായ ആളുകൾ, അതെനിക്ക് പറയാനുള്ളത് ഈ പ്രദേശവാസികളായിട്ടുള്ള ആളുകളോടാണ്. സ്കൂളെന്ന് പറയുന്നത് ഒരു സരസ്വതി ക്ഷേത്രമാണ്. ഞങ്ങൾ ശരിക്കും പറഞ്ഞത് ഞങ്ങളൊരു 2ാമത്തെ വീട് പോലെയാണ് കണ്ടിരിക്കുന്നത്. അതുപോലെ ഞങ്ങളിവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇതുപോലുള്ള നാശങ്ങളാണ് ആൾക്കാർ വരുത്തി വയ്ക്കുന്നത്. അപ്പോൾ സമീപവാസികളായിട്ടുള്ള ആളുകൾ കുറച്ചെങ്കിലും ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതുപോലുള്ള നശീകരണ പ്രവർത്തനങ്ങൾ കുറേയൊക്കെ തടയാൻ പറ്റുമെന്ന് പോലീസ് അല്ലെങ്കിൽ അധ്യാപകർ മാത്രം വിചാരിച്ചുകൊണ്ട് കാര്യമില്ല. ഇവിടെയുള്ള പ്രദേശവാസികളുടെയാണ് ഈ വിദ്യാലയം എന്ന് പറയുന്നത്. ഈ സരസ്വതി ക്ഷേത്രത്തെ സംരക്ഷിക്കണമെങ്കിൽ നല്ലവരായ നാട്ടുകാരെന്നെ വിചാരിക്കണം. അവർ വേണ്ട നടപടിയെടുക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.